Hello, my dear students. Hope all are you doing great. It's me, Momsy. ഇന്ന് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ആൻഡ് കോൺഫിഡൻസ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് സ്വയം തിരിച്ചറിയലും ആത്മവിശ്വാസവും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റൊരു സ്റ്റുഡൻറ്റിനെ കണ്ടിട്ട് അവനൊക്കെ എത്ര ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്, അവൾ എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ക്ലാസ്സിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്, അവൾ എത്ര കഴിവുള്ളവളാണ് എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കാണാൻ മറന്നു പോവാറുണ്ട്. ആത്മവിശ്വാസം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവല്ല, അത് നമുക്ക് ഓരോ ദിവസവും ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഹാബിറ്റ് ആണ്. എന്നാൽ ആത്മവിശ്വാസം വളർത്തുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ സ്വയം അറിയണം. ഞാൻ ആരാണ്? എൻ്റെ ശക്തികൾ എന്തൊക്കെയാണ്? എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്? എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്. നിങ്ങളിൽ ചിലർ നന്നായി പാട്ട് പാടുന്നവരായിരിക്കും, ചിലർ നന്നായിട്ട് വരയ്ക്കുന്നവരായിരിക്കും, ചിലർ പഠനത്തിൽ മിടുക്കരായിരിക്കും, ചിലർ നല്ല സുഹൃത്തുക്കളായിരിക്കാൻ ബെസ്റ്റായിരിക്കും, ചിലർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിട്ടുള്ളവരെ ആയിരിക്കും. ഇതൊക്കെ ഓരോ കഴിവുകളാണ്. പക്ഷേ പലപ്പോഴും നാം നമ്മുടെ കുറവുകളെ കുറിച്ചിട്ടാണ് കൂടുതൽ ചിന്തിക്കാറുള്ളത്, അല്ലേ? എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ അവൻ്റെ അത്ര നല്ല ആളല്ല, മറ്റുള്ളവരെ പോലെ എന്നും എത്ര ചെയ്തിട്ടും എനിക്ക് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇത്തരം തോട്ട്സ് നമ്മളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. സോ ഡിയേഴ്സ്, ഒരു കുഞ്ഞു നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴാറുണ്ടല്ലേ? പക്ഷെ ആ കുഞ്ഞു വീണത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും ശ്രമിക്കും. അതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. വീഴാതിരിക്കുക എന്നതല്ല ആത്മവിശ്വാസം, വീണാലും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ് ആത്മവിശ്വാസം. ഇനി നിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്താനുള്ള 3 ചെറിയ വേയ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, മറ്റുള്ളവരുമായി നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങളുടേതായിട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്ര നിങ്ങളുടേത് മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടേതാണ്. രണ്ടാമത്തത്, നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയോ, അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ പഠിക്കാൻ പറ്റിയോ, അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയോ, അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ആൻഡ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്, സ്വയം നല്ല കാര്യങ്ങൾ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അഫർമേഷൻ എന്നൊക്കെ പറയും, നമ്മളോട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്, രാവിലെ മിററിൽ നോക്കിയിട്ട് പറയുക, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് വളരാൻ കഴിയും, ഞാൻ ഡേ ബൈ ഡേ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്കൊരു കുട്ടി ടാസ്ക് തരികയാണ്. ഒരു പേപ്പർ എടുക്കുക, അതിൽ നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതുക. ഒന്ന്, നിങ്ങളുടെ 3 നല്ല ഗുഡ് ഹാബിറ്റ്സ്, അതായത് 3 നല്ല ഗുണങ്ങൾ. രണ്ടാമത്തത്, നിങ്ങളുടെ ഒരു വലിയ സ്വപ്നം എന്താണെന്നുള്ളത് എഴുതുക. മൂന്നാമത്തത്, ഈ ഒരു വീക്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു നല്ല മാറ്റം, അതായത് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എന്താണോ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മറ്റൊരാളാവാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലെ ഏറ്റവും മികച്ച വ്യക്തിയായി മാറിയാൽ മതി. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് വളരാൻ കഴിയും, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സെഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ സെഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീക്ക്ലി ഇതുപോലെയുള്ള അവയർനെസ് സെഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വരും സെഷൻസിനായിട്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.